എങ്ങനെയാണോ സ്ലം ഡോഗ് അങ്ങനെയായിരുന്നു ഫുള്ളി ഹറാസ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ലാസ്റ്റ് വീക്ക് അവനെ നല്ല രീതിക്ക് ഹറാസ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് അവന്റെ അമ്മേനെ പറഞ്ഞു, അവന് പറഞ്ഞു. ലാസ്റ്റ് അവൻ ഒട്ടും പറ്റാതെ എന്നപ്പോഴും അവൻ എന്തോ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയെ. ഞാനൊക്കെ ആണെങ്കിൽ ഞാൻ കരഞ്ഞു പോയി. അവൻ നിന്നു. അവൻ ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരുത്തനാണ്, നല്ല രീതിക്ക് പഠിക്കും, എല്ലാം കൊണ്ടും ഒരു പാവമാണ്, നമ്മളോടൊക്കെ നല്ല പാവമാണ്. എന്താ പറയണ്ടേന്നുള്ള അറിയത്തില്ല. അവന്റെ കാര്യത്തില് നല്ല രീതിക്ക് ഹറാസ്മെന്റ് കിട്ടിയിട്ടുണ്ട്. വാക്കുകൾ കൊണ്ട് അപ്പുറം മറ്റെന്തെങ്കിലും പണിഷ്മെന്റുകൾ ഇതിന് നൽകിയിട്ടുണ്ടോ? എനിക്ക് അതിനെപ്പറ്റി അറിയില്ല, എന്റെ അറിവിലില്ല. അങ്ങനെ ക്ലാസ്സിലൊന്നും പണിഷ്മെന്റ്, അറ്റൻഡൻസ് കളയുന്നുണ്ട്, പിന്നെ എന്തെങ്കിലും ഫൈൻ എന്തെങ്കിലും അടയ്ക്കാൻ പറയുന്നുണ്ട്. അത് പിന്നെ ചോദിച്ചിട്ടില്ല, അപ്പൊ പറയുന്നത് തന്നെയാ, പിന്നെ അങ്ങനെ ചോദിച്ചിട്ടില്ല. അറ്റൻഡൻസ് കളയാറുണ്ട്. ഇപ്പൊ ഞാൻ ഫിസിക്കലി ക്ലാസ്സിൽ അറ്റൻഡ് ആണ്, ഓക്കെ, പക്ഷെ നമുക്ക് അറ്റൻഡൻസ് തരത്തില്ല. നമ്മൾ പിന്നെ എന്തിനാ ക്ലാസ്സിൽ പോകണമെന്ന് തന്നെ തോന്നിപ്പോകും. ആകെ അറ്റൻഡൻസ് വേണം എന്നുള്ള രീതിക്ക് പോകുന്നത്. എക്സാം വരണമെങ്കിൽ 80% അറ്റൻഡൻസ് വേണം. അപ്പൊ ഇങ്ങനെ നമുക്കിപ്പോ ഒരു വയ്യാണ്ടായപ്പോൾ ലീവ് എടുക്കാൻ പോലും പറ്റുന്നില്ല, അറ്റൻഡൻസ് കാണത്തില്ല. ഓക്കെ, ക്ലാസ്സിൽ വന്നിരിക്കാം. ഇപ്പൊ നമ്മൾ ഒരു സിക്ക് ലീവ്, സാർ വയ്യ പോണം, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, ക്ലാസ്സിൽ ഇരുന്നു എന്നുള്ള മൈൻഡ് സെറ്റാ. അന്ന് ഞങ്ങളൊക്കെ ഓടുമായിരുന്നു. അവൻ വീണു എന്ന് പറഞ്ഞപ്പോൾ എന്റെ ക്ലാസ്സിലെ ബോയ്സ് ആയാലും ഗേൾസ് ആയാലും നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ചെയ്യേണ്ടത്, നെഗറ്റീവ് ബ്ലഡിന് വേണ്ടി നമ്മൾ ഓട്ടമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഒന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഭയങ്കര വിഷമമായിപ്പോയി. ഫുൾ സിമ്പതിക്ക് വേണ്ടിയിട്ടായിരിക്കും, സിമ്പതിക്ക് വേണ്ടിയിട്ടാണ് എന്നാ പറഞ്ഞേ. ഫുൾ സിമ്പതിക്ക് വേണ്ടിയിട്ടാ. ഇത് നിതിൻ രാജ് ഇങ്ങനെ സ്വയം ജീവനൊടുക്കിയത് സിമ്പതിക്ക് വേണ്ടിയാണെന്ന് എം കെ പറയുന്നുണ്ട്. അപ്പോ എനിക്കറിയില്ല അതിനൊക്കെ എന്താ റിപ്ലൈ കൊടുക്കാൻ. നമ്മളൊക്കെ ഇങ്ങനെ നിന്നുപോയി, എന്താ ചെയ്യേണ്ടത് നിന്നുപോയി. ഈ ജാതി അധിക്ഷേപം, ഈ പറയുന്ന സ്ലം ഡോഗ് എന്നതിനപ്പുറം ജാതി അധിക്ഷേപവും ഒരു ബോഡി ഷെയ്മിംഗ് ഒക്കെ കൃത്യമായി നടത്തി വന്നിരുന്നു. ഈ അധ്യാപകനപ്പുറം മറ്റാരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ? ഇല്ല, എന്റെ അറിവിൽ ആരുമില്ല. നമുക്ക് ഫസ്റ്റ് ഇയറിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇല്ല. ബയോകെമിസ്ട്രി, അനാട്ടമി, ഫിസിയോളജി, ഡെന്റൽ അനാട്ടമി, പ്രോസ്റ്റോഡോണ്ടിക്സ്, എൻഡോഡോണ്ടിക്സ്. ഇവിടെ ആരും അങ്ങനെ ബോഡി ഷെയ്മോ അങ്ങനെയൊന്നുമില്ല. എല്ലാ ടീച്ചേഴ്സും ബാക്കിയൊന്നും കുഴപ്പമില്ല, പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം മെഡിക്കൽ കോളേജിലെ ടീച്ചേഴ്സ് ആയാലും നല്ല രീതിക്ക് പഠിപ്പിക്കുന്നത്. കുട്ടികൾ ജയിക്കണം എന്ന് തന്നെ അവർ നോക്കുന്നത്. ഈ ബയോകെമിസ്ട്രിയിലെ ലതാ മാം ഒക്കെ നല്ല രീതിക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം നിതിന് തന്നെ അതറിയാം. നിതിന് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പഠിക്കാനായാലും വീട്ടിലായിരുന്നപ്പോൾ തന്നെ നോട്ട്സ് അയക്കാറുണ്ട്, പഠിക്കണം. എല്ലാവരെയും ലതാ മാം ഒക്കെ ഒരുപോലെ കാണുന്നത്.